ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. നമുക്ക് ഇന്ന് കുറച്ച് അവലോസ് പൊടി ഉണ്ടാക്കാവേ. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അരിപ്പൊടിയല്ല കേട്ടോ, ഞങ്ങൾക്ക് അംഗൻവാടിയിൽ നിന്ന് കൗമാരക്കാർക്ക് കിട്ടുന്ന പോഷകാഹാര പൊടിയാണ് വെച്ചുണ്ടാക്കുന്നത്. ഇപ്പം ഇത് എനിക്കെങ്ങനെ കിട്ടിയെന്നല്ലേ, വേറൊരു കൂട്ടർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ കച്ചി ഒക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചോന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ് ഒരു പാക്കറ്റ്. നമുക്ക് എന്ത് പറഞ്ഞാലും കുറച്ച് അവലോസ് പൊടി ഇത് വെച്ച് ഉണ്ടാക്കാം. ഇത്രയും കണ്ടൻറ്റുകളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. വീറ്റ് റൈസ്, റാഗി, അങ്ങനെയുള്ള നല്ല പോഷകാഹാരങ്ങളായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ തേങ്ങ അത് നമ്മൾ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാക്കറ്റ് പൊടിക്ക് നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു ഉരുളി എടുത്തിട്ട് നമ്മൾ തേങ്ങ ചിരണ്ടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല വെള്ള കളറിലെ തേങ്ങ. പിന്നെ അതേ ഗൈസ്, നമ്മുടെ കവർ പൊട്ടിച്ചു. നമുക്ക് ദേ പൊടി ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ലേശം ഏലക്കാപ്പൊടി ഇട്ടു, കുറച്ച് നല്ല ജീരകപ്പൊടിയും. ഇത് നന്നായി കൈ വെച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിന് ആവശ്യമായ പഞ്ചാരയും കൂടി നമുക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി കൈ വെച്ച് മിക്സാക്കണേ. നമ്മൾ ഗ്യാസ് കത്തിച്ച് നന്നായി കുറച്ച് വെക്കണം. ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെക്കാം. നന്നായി തവി വെച്ച് ഇളക്കാം. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കണവേ. നന്നായി മൂത്ത് വരുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് മറ്റേ സാധാരണ അവലുപൊടി പോലെ ഇങ്ങനെ പറഞ്ഞ ബ്രൗൺ ഷെയ്ഡ് ആകും. അപ്പം നമ്മൾ ഗ്യാസ് നിർത്തി റെഡിയാകും. പക്ഷേ ഇതിൻ്റെ അകത്ത് റാഗിപ്പൊടിയൊക്കെ ചേർന്നത് കൊണ്ട് ഓൾറെഡി ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്. ഇനി ഇത് മൂത്താന്നറിയണമെങ്കിൽ നമ്മൾ നന്നായി കുറച്ച് നേരമൊക്കെ ഇളക്കുമ്പോൾ ഒരു മണം വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്പൂണിലൊന്ന് എടുത്ത് കുറച്ച് കഴിച്ച് നോക്കണം. ആരും തണുക്കാനായിട്ട് ഊതരുത്, എല്ലാം സാധനവും പറന്നു പോകും. ഞാനൊരു വട്ടം ട്രൈ ചെയ്തതാണ്. സ്പൂണിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ എല്ലാ സാധനവും തണുക്കുന്ന ഊതാനായിട്ട് അങ്ങനെ ചെയ്തതാണ്. പക്ഷേ സാധനം എല്ലാം പറന്നു പോയി. അതുകൊണ്ട് ആരും ചെയ്യരുതേ. ഇനി ഇതിൻ്റെ അകത്തൊരു കോമഡി ഉണ്ട്. ഇത് ഞാൻ ഇളക്കും. ഇങ്ങനെയാണ് ഉമ്മച്ചി ഇളക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഏകദേശം എൻ്റെ ഒരു കിളി പോയി. ഇത് മണമൊക്കെ വന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ആവശ്യമായ ഉമ്മച്ചി എനിക്ക് പാത്രത്തിൽ ഇട്ട് തന്നേ. അവലോസ് പൊടിയോടുകൂടി കുടിക്കാനായിട്ട് ബ്രൂ കാപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഇതിങ്ങനെ ഇതുപോലെ മുരിയിച്ചിട്ട് നമുക്കൊരു പാത്രത്തിൻ്റെ അകത്തൊക്കെ ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഈ മഴക്കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. ട്രൈ ചെയ്തിട്ട് ആരും എനിക്ക് വിവരമൊന്നും അറിയിക്കേണ്ട, എല്ലാവരും കഴിക്കുക. നമുക്ക് കഴിച്ച് നോക്കാം. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.